ഹലോ, കാതർ ആംബുലൻസ് സർവീസ്. അതെ, നീ നിന്റെ ആംബുലൻസുമായിട്ട് നമ്മുടെ മാർക്കറ്റിലോട്ടുള്ള തട്ടുകടയിലോട്ട് വാ. പ്രശ്നമുണ്ട്, വേഗം വരണം കേട്ടാ. ദാ പുറപ്പെട്ടു കഴിഞ്ഞു. അടിത്തറകളിൽ പോയല്ല. ഒരു ലേശം വൈകി. കാരണം എന്താച്ചാ ഇപ്പൊ കുറച്ച് കാലായിട്ട് നൃത്തത്തിന്റെ അസ്കിതണ്ടേ, ഭരതനാട്യം. ഇതെന്താണ് ഈ തൂങ്ങിക്കിടക്കണത്? സാനിയ മിർസാകം പഠിക്കണ മൂക്കി കപ്പലിട്ടേക്കണ്. സ്റ്റാർട്ട് പണ്ടലാൻ തമ്പി, അതൊക്കെ മുന്നാടി ഒരു ചിന്ത വിചാരം, ഒരു പുലൻ വിചാരം. എന്റെ തട്ടുകടയുടെ ഓപ്പോസിറ്റ് നീ ഒരു തട്ടുകട തുടങ്ങണം അറിഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ചു. പാവൻ തമിഴനല്ലേ, നമ്മളെ പാവം മലയാളീസിന് രുചിയോടെ ഇത്തിരി തൈര് സാധവും ഇത്തിരി സാമ്പാർ സാധവും കഴിക്കാവല്ലോ. പക്ഷേ നീ അവിടെ വിളമ്പിയത് മദ്യവും മധുരാക്ഷിയും മയക്കുമരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഒറ്റിയത്. എടാ, കുടുംബങ്ങളെ സ്റ്റാർ ഹോട്ടൽ ഉപേക്ഷിച്ച് തട്ടുകട വന്ന് ഭക്ഷണം കഴിക്കുന്ന ടൈമാണ്. ആ നേരത്ത് നിന്നെപ്പോലുള്ള വെടക്കുകൾ വെടക്കത്തരം കാണിച്ചാലുണ്ടല്ലോ, ആ ഫാമിലികൾ 5 സ്റ്റാർ ആവും. അതിന് ഞാൻ സമ്മതിക്കാറ്. അതുകൊണ്ട് മര്യാദക്ക് എന്റെ പൊന്നുമോൻ തിരിച്ചു പോ. കുഞ്ഞുമോനാണ് പറയണത്. പോടാ കില്ലാടി മോനെ. കുലാനടി തുടങ്ങിയ പിന്നെ എൻട്രിയിലെ ക്ലൈമാക്സേ ഉള്ളു കേട്ടാ. എന്റെ കൊല്ലല്ലേ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കീറിയാലൊന്നും നിർത്തുകയല്ല. കുറയുന്നടിക്കണ ഫൗളല്ലേ. മൂക്കമ്മലൊക്കെ വന്നേക്കാണ് തെണ്ടി. ശ്വാസം വിട്ട് ചാവട്ടെ തെണ്ടികൾ. എന്തൊക്കെ പറഞ്ഞാലും ഗുലാനൊരു സംഭവമാണ്. ഗുലാനൊരു സംഭവമല്ലടാ. ഗുലാനൊരു വെറും സംഭവമല്ല. ഗുലാനൊരു വ്യക്തിയല്ല. ഗുലാനൊരു പ്രസ്ഥാനമല്ല. ഗുലാനൊരു സംസ്ഥാനമല്ല. ഗുലാനൊരു രാജ്യമാടാ. ഗുലാനൊരു കൺട്രിയാടാ. ഒരു കൺട്രി, ഒരു രാജ്യം. അതെ, നീ ഇവിടെ എവിടെ നിന്ന്? ഞാൻ അവിടെ നിന്ന് വന്നു. ഇവിടെ എന്തിന്? കോഴിക്കോടൊക്കെ ചുറ്റിക്കറങ്ങി ഒന്ന് കാണാൻ. എന്നിട്ട് കണ്ടു. എന്തേ? സത്യം പറ, നീ എന്തിനാ വന്നത്? ഒന്നുമില്ല. ഇവിടെ പറയണം. ഹോട്ടലുകാര് തോമേട്ട തട്ടുകട ഒഴിയാൻ പറഞ്ഞിട്ടുമില്ല, എഗ്രിമെന്റ് ഒപ്പിടിച്ച് കൊണ്ടുപോയിട്ടുമില്ല, തോമേട്ടൻ ആരും തല്ലിയിട്ടുമില്ല, ആശുപത്രി തോമേട്ടൻ അഡ്മിറ്റ് ചെയ്തിട്ടുമില്ല, എന്റെ പെടലി ഉളുക്കിയിട്ടുമില്ല. ആരാടാ എന്റെ അപ്പനെ തല്ലിയത്? ടിപ്പർ വാസല്ല. ആരാടാ ഈ ആംബുലൻസ് എന്നെ ഷെട്ടി കൊണ്ടിട്ട്? ഈ മായാവിയുടെ ഒരു കാര്യം, ആ ഡാഗിനി വല്യമ്മനെ കുട്ടൂസിനെ ഇട്ട് വട്ട് കളിപ്പിക്കാണ്. ആരാടാ നീ? കുഞ്ഞുമോൻ, നമ്മുടെ തട്ടുകട നടത്തുന്ന കൊച്ചു തോമാച്ചേട്ടനില്ലേ, പുള്ളിയുടെ മകനാണ് ഞാൻ. എനിക്ക് കോഴിക്കോട്ടാണ് ബിസിനസ്. എടാ ശത്രു, എന്തോ ഇങ്ങോട്ട് വാടാ. ദേ നോക്കിയ നീ പറഞ്ഞ ചേട്ടൻ ഇത് തന്നെയാണ്. അതെ, നല്ലോണം നോക്ക്. അതേ കണ്ണ്, അതേ മൂക്ക്, അതന്നെ. ഈ സുന്ദരമായ ബോഡി കയ്യും കാലും ഒടിഞ്ഞ അവസ്ഥയിൽ ആംബുലൻസ് കയറ്റി കൊണ്ടുപോവാൻ എനിക്ക് ഗതിയാവുന്നു. എടാ നീ ഒന്ന് അടങ്ങുകാതറേ. എല്ലാത്തിനും ഒരു അടക്കം ഒതുക്കും വേണ്ടേ? ചേട്ടാ, ഞങ്ങള് വന്നതേ ചേട്ടൻ അപ്പന് കൊടുത്തത് തിരിച്ചു തന്നിട്ട് അപ്പന്റെ അടുത്ത് ചേട്ടനെടുത്തത് തിരിച്ചു മേടിച്ചോണ്ട് പോകാനാണ്. ഓഹോ, പറഞ്ഞതനുസരിച്ച കൊടുത്തത് മാത്രം കിട്ടും, അല്ലെങ്കിൽ പലിശ ചേർത്തണം. പോടെ പോടെ, വെറുതെ കൈ മെനക്കെടുത്താതെ. കൈ മാത്രമല്ല, ടിപ്പറിന്റെ ഈ ബോഡി പൊളിച്ചടക്കിയിട്ടേ ഞങ്ങള് പോകൂ. ചേട്ടാ എഗ്രിമെന്റ് കടന്നേക്ക്. ഇല്ലെങ്കിലോ? ഈ ചേട്ടൻ എന്താണ് ഈ പറയണത്? എന്നാ ആദ്യം പലിശ കൊടുക്ക്.
പലിശ കൊടുത്തു ഇനി അപ്പന് മുതൽ എങ്ങനെ കൊടുത്തത് നീ പറ. ഞാൻ അങ്ങനെ കൊടുത്തേ. വലത്തേക്കായി പിടിച്ച് വലത്തേക്കായി പിടിച്ച് പിടിച്ച് തിരിച്ച് പിടിച്ച് ആ വളച്ചൊടിച്ച്. അയ്യോ! അഗ്രിമെന്റ് തരാം. ഇത് എവിടെ കൊണ്ട് വെച്ചേക്കണ ബ്രേസിന്റെ ഇടയില. കുഞ്ഞുമോനെ ആകപ്പാടെ ഒരു അപ്പനെ ഉള്ള ടിപ്പറെ. എല്ലാ അപ്പന്മാരടുത്തും കളിക്കണ പോലെ കുഞ്ഞുമോന്റെ അപ്പന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ല നിന്റെ അപ്പന്റെ അപ്പനെ ഞാൻ വിവരം അറിയിക്കും. ചാവിട്ടി കരടാ. വാ മോനെ, നമുക്കിനി കെടുന്ന് പോവാം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല. ടിപ്പർ വാസ് നമ്മുടെ കയ്യിൽ നിന്ന് ബലമായി വാങ്ങിയ കരാറാ. അതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? അതാണ് അത്ഭുതം. ടിപ്പർ വാസു പെട്ടെന്ന് ഒരു മാനസാന്തരം. മാനസാന്തരോ? അതേന്ന് ഞാൻ ചെയ്തത് തെറ്റായി പോയെന്നും പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് മാപ്പും പറഞ്ഞു. അപ്പൊ അവനും കൂടിയോ ധ്യാനം? കൂടിയോ നന്നായിട്ട് കൂടിയ ഒരു ലക്ഷണമുണ്ട്. മനസ്സ് നിറയെ കുറ്റബോധം ഉള്ളത് കൊണ്ടാ ഇങ്ങോട്ട് വരാത്ത എന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അതൊക്കെ ടിപ്പറല്ലേ ഈ പഞ്ചറായിട്ട് വരുന്നത് എന്ന് തോന്നാ ഒപ്പ്. എങ്ങനെ ഇവൻ പഞ്ചറായത്? മുന്തിരി എടുക്കട്ടെ, ആപ്പിളില്ല. അപ്പൊ കുഞ്ഞുമോ വന്നുല്ലേ? കുഞ്ഞുമോനെ എപ്പോ പറയടാ, സത്യം പറയടാ. കുഞ്ഞോൻ ഈ നാട്ടിൽ എത്തിയിട്ടുമില്ല, ടിപ്പർ വാസനെ കണ്ടിട്ടുമില്ല, അപ്പനെ കിട്ടിയത് തിരിച്ചു കൊടുത്തിട്ടുമില്ല. അപ്പനെ ഇവിടെ വന്ന് മറഞ്ഞു നിന്ന് കണ്ടിട്ട് കുഞ്ഞുമോൻ തിരിച്ചു പോയിട്ടില്ല. ഇപ്പൊ വിശ്വാസമായല്ലോ? അവന്റെ ഒരു കാര്യം. ആംബുലൻസ് പാർട്ടി സ്ഥിരമായിട്ട് ഇവിടെ തന്നെ അങ്ങ് കൂടിയോ? അടി എവിടെയുണ്ടോ അവിടെയുണ്ട് ഖാദർ ആൻഡ് ഖാദർ. അതെന്തി ഖാദർ ഖാദർ? ഒരു ഖാദർ ആരാ? ഞാൻ. അപ്പൊ മറ്റേ ഖാദറോ? ഞാൻ. അതെങ്ങനെ? അതൊരു നീണ്ട കഥയാണ്. എന്റെ ജന്മത്തോടെ എന്റെ ഉമ്മയും ബാപ്പയും സ്വാഭാവികമായും വേർപിരിഞ്ഞു. ഉമ്മ എനിക്ക് ഖാദർ എന്ന് പേരിട്ടു. അതിഷ്ടപ്പെടാത്ത ബാപ്പ എന്നെ ഖാദർ എന്ന് വിളിച്ചു. ബാപ്പയുടെ ഖാദറിനെ ഉമ്മ അംഗീകരിച്ചില്ല, ഉമ്മയുടെ ഖാദറിനെ ബാപ്പ അംഗീകരിച്ചില്ല. എനിക്ക് രണ്ടുപേരും വേണം. രണ്ടുപേരെ തൃപ്തിപ്പെടുത്താനായി ഞാൻ ഖാദർ ആൻഡ് ഖാദർ എന്ന പേര് സ്വയം സ്വീകരിച്ചു. വോട്ടർ പട്ടികയിലും അങ്ങനെ തന്നെയാണ്. ഈ കഥ കേട്ട് പലരും കരഞ്ഞു പോയിട്ടുണ്ട്. ഒരു പതിവ് ഒരു പിള്ളച്ചായ. എന്താണ് പിള്ള പോലീസിന്റെ ഫേസ് കട്ടിൽ ഒരു കറണ്ട് കെട്ട്? ഓ, ഞാൻ അത് മറന്നുപോയി കേട്ടോ. നാളെ മാളൂട്ടിനെ മെഡിക്കൽ കോളേജ് ചേർക്കേണ്ട ദിവസമല്ലേ? അവളെ ഇപ്പൊ പഠിപ്പിച്ച് ഡോക്ടറാക്കിയിട്ട് എന്തിനാ? നാളെ കെട്ടിച്ചു വിടാനുള്ളതല്ലേ. പഠിച്ചതൊക്കെ മതി. കൈക്കൂലി വാങ്ങിച്ചും കൊളർതാഴ്മയ്ക്ക് കൂട്ടുനിന്നും എനിക്ക് എന്റെ മകളെ വലിയ വെളുപ്പിന് വിടണ്ട. ഒരുമാതിരി സോഷ്യലിസ്റ്റ് വർത്താനം പറഞ്ഞാണല്ലോ. പുറം ചവിട്ടി ഞാൻ കുറ്റിപ്പുറവായിക്കളെ. കാശൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊച്ചിനെ കൊണ്ടുപോയി കോളേജ് ചേർക്കും. ചുമ്മാതെ ടെൻഷൻ അടിക്കാതെ പിള്ള സാറേ. ചട്ടണിക്ക് ടേസ്റ്റും കുഞ്ഞുമോന്റെ കയ്യിൽ 3 ആസം കയറുന്നിടത്തോളം കാലം കാശിന് ഒരു പഞ്ഞോയി.